Welcome to Diffraction of Light for degree classes. ഇന്ന് റിസോൾവിംഗ് പവർ ഓഫ് ഗ്രേറ്റിംഗ് ആണ് ചർച്ച ചെയ്യേണ്ടത്. നമ്മളൊരു ഓബ്ജക്റ്റ് ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഇമേജ്, റെക്കോർഡറിൽ വരുന്ന ഇമേജ്, റെക്കോർഡർ നമ്മുടെ കണ്ണിൻ്റെ റെറ്റിന ആവാം, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ആകാം, എന്തും ആകാം. അതിൻ്റെ ക്വാളിറ്റിയെ ഡിറ്റീരിയറേറ്റ് ചെയ്യുന്ന പല ഘടകങ്ങളുണ്ട്. പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണ്. ഒന്ന്, ഓബ്ജക്റ്റ് നമ്മൾ വ്യൂ ചെയ്യുന്ന ഓബ്ജക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുകയോ അല്ലെ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്. മറ്റൊന്ന്, രണ്ടാമത്തേത്, നമ്മൾ ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ സിസ്റ്റം, അത് ഗ്രേറ്റിംഗ് ആവാം, ടെലസ്കോപ്പ് ആവാം, മൈക്രോസ്കോപ്പ് ആവാം, വെറും കണ്ണ് മാത്രമാവാം, എന്തും ആയിക്കോട്ടെ. അതിലുണ്ടാകുന്ന ചില ഡിഫക്റ്റുകൾ, അബറേഷൻ, ലെൻസസിൻ്റെ അബറേഷൻസ് ഉണ്ട്. ഒപ്റ്റിക്കൽ സിസ്റ്റം ആകുമ്പോൾ അതിൽ അപ്പർച്ചർ ഒക്കെ ഫൈൻ ഹോളും ഒക്കെ കാണും, അപ്പർച്ചർ കാണും. അപ്പോൾ അവിടെയൊക്കെ ഡിഫ്രാക്ഷൻ എഫക്റ്റ് ഉണ്ടാവാം. അതുപോലെ അസ്റ്റിഗ്മാറ്റിസം, ഇങ്ങനെ ക്രൊമാറ്റിക് അബറേഷൻ, ഇങ്ങനെ പല ഡിഫക്റ്റുകൾ ലെൻസസിൻ്റെ ഉണ്ട്. മൂന്നാമത്തത് നമ്മുടെ ഡിറ്റക്ടറിൻ്റെ പ്രത്യേകത. അപ്പം ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യും ഇമേജിൻ്റെ ക്വാളിറ്റി എത്രയാണെന്ന്. അതിൽ ഡിഫ്രാക്ഷൻ എഫക്റ്റ് ആണ് നമുക്കിന്ന്, അതുകൊണ്ടുള്ള എഫക്റ്റാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട റിസോൾവിംഗ് പവർ, വളരെ അടുത്ത 2 ഓബ്ജക്ട്സിനെ വളരെ അടുത്ത സ്ഥിതി ചെയ്യുന്ന 2 ഓബ്ജക്ട്സിനെ വേർതിരിച്ച് കാണിക്കാനുള്ള ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കഴിവാണ് റിസോൾവിംഗ് പവർ. അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റിലുള്ള ഫൈൻ ഗ്രെയിൻസ് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാനുള്ള കഴിവ്. കണ്ണിന് പൊതുവെ ഈ റിസോൾവിംഗ് പവർ ആവശ്യത്തിന് ഉണ്ട്, എന്നാൽ കണ്ടമാനം കൂടുതലുമില്ല. കണ്ടമാനം കൂടുതലുണ്ടായിരുന്ന എന്ത് ദുരിതമാണ്. കാരണം വളരെ നല്ല ക്ലീനായിട്ട് ഇനാമലടിച്ചൊരു ഭിത്തിയിലോട്ട് നമ്മൾ നോക്കുമ്പോൾ കണ്ണിന് ഹൈ റിസോൾവിംഗ് പവർ ആയിരുന്നെങ്കിൽ എത്ര വികൃതമായിട്ട് ആ ഭിത്തി കാണാൻ ഒക്കൂ. അതിലെ എല്ലാ ഗ്രെയിൻസും സെപ്പറേറ്റ് നമ്മൾ കാണും. ഒരു സുന്ദരിയുടെ മുഖത്തോട്ട് നോക്കിയാൽ വളരെ വികൃതമായിട്ട് നമ്മൾ കാണുള്ളായിരുന്നു. അപ്പോൾ പ്രകൃതി അതിനനുസരിച്ച് കണ്ണിൻ്റെ റിസോൾവിംഗ് പവർ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ സയൻറ്റിഫിക് സ്റ്റഡീസിൽ നമുക്ക് റിസോൾവിംഗ് പവർ കൂട്ടി വെക്കേണ്ട ആവശ്യമുണ്ട് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിന്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് റെയ്ലീഗ്സ് ക്രൈറ്റീരിയൻ ചർച്ച ചെയ്യുന്നത്. വളരെ ദൂരം സ്ട്രെയിറ്റായിട്ട് ഉള്ള ഒരു ഹൈവേ സങ്കല്പിക്കുക. രാത്രി നമ്മളെ ഫേസ് ചെയ്തുകൊണ്ടൊരു കാറ്, 2 ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് കാറ് ദൂരേന്ന് വരുന്നു. നമ്മളത് വ്യൂ ചെയ്യുന്നു. കാറ് വളരെ ദൂരെ ആയിരിക്കുമ്പോൾ ഈ 2 ഹെഡ്ലൈറ്റും നമുക്ക് ഒന്നായിട്ട് തോന്നും. ഒരു പ്രത്യേക ഡിസ്റ്റൻസിലെത്തുമ്പോൾ ഇത് ജസ്റ്റ് 2ആയിട്ട് കാണാനാവും. പിന്നീട് ഇത് അടുത്തടുത്ത് വരുന്തോറും നമുക്ക് വ്യക്തമായിട്ട് 2 ലൈറ്റ് 2ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ഇപ്പം ഈ ദൂരം ജസ്റ്റ് 2ആയിട്ട്, കഷ്ടിച്ച് 2ആയിട്ട് കാണുന്നത് എത്ര ദൂരത്തിലാണോ ആ ദൂരം നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ റിസോൾവിംഗ് പവറിൻ്റെ ഒരു മെഷറായിട്ട് എടുക്കാം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, ലോകത്തുള്ള എല്ലാ കാറിൻ്റെയും ഹെഡ്ലൈറ്റുകൾ തമ്മിലുള്ള അകലം ഒരുപോലെ ആയിരിക്കണം. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതപ്പോൾ നമുക്ക് മറ്റൊരു രീതിയിൽ ഈ റിസോൾവിംഗ് പവർ ചർച്ച ചെയ്യണം. അതാണ് റെയ്ലീഗ്സ് ക്രൈറ്റീരിയൻ എന്ന് പറയുക. എന്നിട്ട് അത് ഉപയോഗിച്ച് ഗ്രേറ്റിങ്ങിൻ്റെ റിസോൾവിംഗ് പവർ ചർച്ച ചെയ്യുക. ഇതൊരു ഓബ്ജക്റ്റ്, അതിലെ 2 പോയിൻറ്റ്സ് എ ആൻഡ് ബി. ഇത് ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റം, മൈക്രോസ്കോപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ.
ഇത് റെക്കോർഡിംഗ് സിസ്റ്റം. ഇതിൽ അപ്പർച്ചറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ 2 പോയിൻറ്റ്സിൽ നിന്നും വരുന്ന ലൈറ്റ് അതാതിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഇവിടെ ഉണ്ടാക്കും. ഈ ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒരു പോയിൻ്റ് സോഴ്സ് അല്ലെ പോയിൻ്റ് ഓബ്ജക്റ്റിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ പൊതുവെ ഈ സർക്കുലർ അപ്പർച്ചറിലോ ഒക്കെ വരുമ്പോൾ അല്ലെ ഏത് അപ്പർച്ചറായാലും ഒരു സെൻട്രൽ മാക്സിമം ഉണ്ടാവും. അതിൻ്റെ ചുറ്റും അല്ലെ 2 സൈഡിലായിട്ടും സ്ട്രെയിറ്റ് ഫ്രിഞ്ച് ആണ് 2 സൈഡ്. സർക്കുലർ ഫ്രിഞ്ച് ആണെങ്കിൽ സർക്കുലർ അപ്പർച്ചർ ആണെങ്കിൽ ഒരു സെൻട്രൽ ഡിസ്ക് ബ്രൈറ്റ് ഡിസ്കും അതിന് ചുറ്റും ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഓൾട്ടർനേറ്റ് സർക്കിൾസും ഫോം ചെയ്യും. ഇതിൽ എയുടെ സെൻട്രൽ മാക്സിമമാണ് ഗ്രാഫിക്കലായിട്ട് കാണിച്ചിരിക്കും IA. അത് കഴിഞ്ഞ് ഫസ്റ്റ് മിനിമം, പിന്നെ ഇങ്ങോട്ട് സെക്കൻഡറി മാക്സിമങ്ങളുണ്ട്. ഇതുപോലെ ബി അതിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഫോം ചെയ്യും. അതിൻ്റെ സെൻട്രൽ മാക്സിമം IB. ഈ IAയും IBയും വേണ്ടവണ്ണം അകലത്തിലാണെങ്കിൽ ഇത് വെൽ റിസോൾവ്ഡ് ആണെന്ന് പറയും. എയും ബിയും വളരെ അടുത്താണെങ്കിൽ IAയും IBയും വളരെ അടുത്ത് വരും. അപ്പോൾ ഇത് തമ്മിലുള്ള അകലം ഈ സെൻട്രൽ മാക്സിമമാണ് നമ്മൾ ഇമേജായിട്ട് കാണുക. ഈ എയുടെയും ബിയുടെയും ഇമേജായിട്ട് നമ്മൾ കാണുന്ന ഈ സെൻട്രൽ മാക്സിമങ്ങളെയാണ്. അപ്പോൾ എയും ബിയും വളരെ അടുത്താണെങ്കിൽ IAയും IBയും ഇത് രണ്ടും കൂടെ ഏതാണ്ട് മേർജ് ചെയ്തിട്ട് നമുക്കിത് ഒന്നായിട്ട് കാണാൻ പറ്റൂ. ഇത് നോട്ട് റിസോൾവ്ഡ് എന്ന് പറയാം. റെയ്ലീക്സ് ക്രൈറ്റീരിയൻ അനുസരിച്ച് കഷ്ടിച്ച് എയും ബിയും വേർതിരിഞ്ഞ് കാണണമെങ്കിൽ എയുടെ ഡിഫ്രാക്ഷൻ പാറ്റേണിൻ്റെ സെൻട്രൽ മാക്സിമം ബിയുടെ ഡിഫ്രാക്ഷൻ പാറ്റേണിൻ്റെ ഫസ്റ്റ് മിനിമമായിട്ട് കോയിൻസൈഡ് ചെയ്യുക. തിരിച്ചും ഇതിൻ്റെ സെൻട്രൽ മാക്സിമം ഇതിൻ്റെ ഫസ്റ്റ് മിനിമമായിട്ട് കോയിൻസൈഡ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇത് ജസ്റ്റ് റിസോൾവ്ഡ് ആണെന്ന പഠനത്തിൽ കൂടെ റെയ്ലീഗ് കണ്ടെത്തിയ കാര്യമാണ്. ഇതാ റെയ്ലീഗ്സ് ക്രൈറ്റീരിയൻ. സോ ടു ക്ലോസ്ലി സ്പേസ്ഡ് images are just resolved when the central maximum of one coincides with the first minimum of the other and vice versa. ഇതുപയോഗിച്ച് നമുക്ക് ഗ്രേറ്റിങ്ങിൻ്റെ റിസോൾവിങ് പവർ കമ്പ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം, ഇപ്പോൾ ഇതിൽ ഗ്രേറ്റിംഗ് ചെയ്യുന്നത് വളരെ അടുത്തുള്ള 2 വേവ് ലെങ്ത്, ക്ലോസ്ലി സ്പേസ്ഡ് വേവ് ലെങ്ത്, ലാംഡയും ലാംഡ പ്ലസ് ഡി ലാംഡ, ഇങ്ങനെയുള്ള 2 വേവ് ലെങ്ത്തുകളെ ഇത് വേർതിരിച്ച് കാണിക്കാനുള്ള കഴിവ്, ഗ്രേറ്റിങ്ങിൻ്റെ കഴിവ്, അതിനാണ് ക്രൊമാറ്റിക് റിസോൾവിങ് പവർ അല്ലെ റിസോൾവൻസ് എന്ന് പറയുക. അപ്പോൾ ഇത് സാധിക്കണമെങ്കിൽ ഒരു സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റിൽ 2 വേവ് ലെങ്തുകളുണ്ട്. വളരെ വ്യത്യാസം കുറവുള്ള വേവ് ലെങ്തി, വളരെ ഡിഫറൻസ് വളരെ കുറവുള്ള 2 വേവ് റേഡിയേഷൻസ്. ഒന്നിൻ്റെ വേവ് ലെങ്ത് ലാംഡയും മറ്റേതിൻ്റെ ലാംഡ പ്ലസ് ഡി ലാംഡയും. റെയ്ലീഗ്സ് ക്രൈറ്റീരിയൻ അനുസരിച്ച് ഇത് ജസ്റ്റ് റിസോൾവ്ഡ് ആയിരിക്കണമെങ്കിൽ ഒന്നിൻ്റെ മാക്സിമം സെൻട്രൽ പ്രിൻസിപ്പൽ മാക്സിമം മറ്റേതിൻ്റെ ഫസ്റ്റ് മിനിമമായിട്ട് കോയിൻസൈഡ് ചെയ്യണം. നമുക്കറിയാം, ലാംഡ പ്ലസ് ഡി ലാംഡ എന്ന് പറയുന്ന വേവ് ലെങ്തിൻ്റെ mth ഓർഡർ പ്രിൻസിപ്പൽ മാക്സിമം, അതിനുള്ള കണ്ടീഷൻ ഗ്രേറ്റിംഗ് ഇക്വേഷൻ A+B sin θ ഈക്വൽസ് m ലാംഡ എന്നാണ്. ലാംഡയ്ക്ക് ഇവിടെ ഇപ്പോൾ ലാംഡ പ്ലസ് ഡി ലാംഡ, ഇപ്പോൾ m ഇൻറ്റു ലാംഡ പ്ലസ് ഡി ലാംഡ. ഇത് തന്നെ ലാംഡയുടെ ഫസ്റ്റ് മിനിമമായിട്ട് കോയിൻസൈഡ് ചെയ്യണം. അങ്ങനെ ഗ്രേറ്റിങ്ങിൻ്റെ ഗ്രേറ്റിംഗ് തിയറി ഞാൻ പോസ്റ്റിങ് നേരത്തെ ഇട്ടിട്ടുണ്ട്. 2 പോസ്റ്റിംഗ് ഉണ്ട്. അത് പഠിച്ചിട്ട് വേണം ഇത് കാണാൻ. ഗ്രേറ്റിങ്ങിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടത്, ഗ്രേറ്റിങ്ങിലെ മിനിമങ്ങളെന്ന് പറയുന്നത് ഫസ്റ്റ് മിനിമം ലാംഡ ബൈ NT, A+B sin θ ഈക്വൽസ് ലാംഡ ബൈ NT, where NT is the total number of lines in the grating. അടുത്ത മിനിമം 2 ലാംഡ ബൈ NT, 3 ലാംഡ ബൈ NT ആൻഡ് സോ ഓൺ. അപ്പോൾ ലാംഡയുടെ ഫസ്റ്റ് മിനിമം ഈ പൊസിഷനിൽ തന്നെ വരണം. അപ്പോൾ mth ഓർഡർ മാക്സിമം ലാംഡയുടെ m ലാംഡയാണ് എങ്കിൽ അത് mth ഓർഡർ പ്രിൻസിപ്പൽ മാക്സിമം m ലാംഡ വരും.
അത് കഴിഞ്ഞുള്ള ഫസ്റ്റ് മിനിമം എന്ന് പറയുമ്പോൾ ദിസ് പ്ലസ് ലാംഡ ബൈ എൻ ടി. അപ്പോൾ എ പ്ലസ് ബി സൈൻ തീറ്റ ഇത് സെൻട്രൽ മാക്സ് ലാംഡ പ്ലസ് ഡി ലാംഡയുടെ സെൻട്രൽ മാക്സിമത്തിൻ്റെ അല്ല പ്രിൻസിപ്പൽ മാക്സിമത്തിൻ്റെ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആ തീറ്റ. അവിടെ തന്നെ ലാംഡയുടെ ഫസ്റ്റ് മിനിമം വരണം, mth ഓർഡർ കഴിഞ്ഞുള്ള ഫസ്റ്റ് മിനിമം. അപ്പോൾ എ പ്ലസ് ബി സൈൻ തീറ്റ ഈക്വൽസ് എം ലാംഡ പ്ലസ് ലാംഡ ബൈ എൻ ടി, വേർ എൻ ടി ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദി ഗ്രേറ്റിംഗ്. ഈ അക്കോർഡിംഗ് ടു റെയ്ലീക്സ് ക്രൈറ്റീരിയൻ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. എം ഇൻറ്റു ലാംഡ പ്ലസ് ഡി ലാംഡ ഈക്വൽസ് എം ലാംഡ പ്ലസ് ലാംഡ ബൈ എൻ ടി. എം ലാംഡ ക്യാൻസൽ ചെയ്യുമ്പോയിട്ട് എം ഡി ലാംഡ ഈക്വൽസ് ലാംഡ ബൈ എൻ ടി. ഫോർ റിസോൾവിംഗ് പവർ ആർ ഈസ് ഡിഫൈൻഡ് ആസ് lambda by d lambda in a chromatic resolving power of the grating or resolvence എന്ന് പറയുക. ലാംഡ ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു വേവ് ലെങ്ത്സ്. ലാംഡ ബൈ ഡി ലാംഡ ഇവിടുന്ന് ലാംഡ ബൈ ഡി ലാംഡ എടുത്താൽ എം ഇൻറ്റു എൻ ടി എന്ന് കിട്ടും. സോ റിസോൾവിംഗ് പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഓർഡർ ഓഫ് ദി സ്പെക്ട്രം. അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എക്സ്പോസ്ഡ്, ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ദി ഗ്രേറ്റിംഗ് എക്സ്പോസ്ഡ് ഫോർ ഒബ്സർവേഷൻ. ഇതിൽ ഈ എൻ ടി വേണേൽ മാറ്റാം. നമുക്കറിയാം ഗ്രേറ്റിംഗിൻ്റെ ഇക്വേഷൻ mth ഓർഡർ വരുമ്പോൾ എ പ്ലസ് ബി സൈൻ തീറ്റ ഈക്വൽസ് എം ലാംഡ. ഇവിടുന്ന് എം എടുത്താൽ ഓർഡർ ഓഫ് ദി സ്പെക്ട്രം എടുത്താൽ എ പ്ലസ് ബി സൈൻ തീറ്റ ബൈ ലാംഡ അതെടുത്ത് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആർ ഈക്വൽസ് എമ്മിൻ്റെ സ്ഥാനത്ത് എ പ്ലസ് ബി സൈൻ തീറ്റ ബൈ ലാംഡ ഇൻറ്റു എൻ ടി ഓർ ദിസ് എ പ്ലസ് ബി ഇൻറ്റു എൻ ടി. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഒരു ലൈനും ഒരു ഒപ്പേക്ക് പോർഷനും ഒരു ട്രാൻസ്പെറൻറ്റ് സ്ലിറ്റും തമ്മിലുള്ള ടോട്ടൽ വിഡ്ത്താണ്. അപ്പോൾ എ പ്ലസ് ബി എൻ ടി എന്ന് ഒരു ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ഒപ്പേക്ക് റീജിയനും ഒരു ട്രാൻസ്പെറൻറ്റ് റീജിയനുമാണ്, ഒരു സ്ലിറ്റും ഒരു ഒപ്പേക്ക് റീജിയനും. എൻ ടി ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസാണ്. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എൻ ടി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു, ദാറ്റ് ഈസ് വിഡ്ത്ത് ഓഫ് ദി ഗ്രേറ്റിംഗ്. അപ്പോൾ ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു എൻ ടി ഡബ്ല്യു എന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റിസോൾവിംഗ് പവർ ആർ ഈക്വൽസ് ഡബ്ല്യു സൈൻ തീറ്റ ബൈ ലാംഡ വിഡ്ത്തുമായിട്ടും റിലേറ്റ് ചെയ്ത് കാണാം. ഇനി നമുക്ക് ഗ്രേറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് റിസോൾവിംഗ് പവർ മറ്റ് ഇൻസ്ട്രുമെൻസിൻ്റെ ഒക്കെ ചർച്ച ചെയ്യാനുണ്ട്. ഗ്രേറ്റിംഗ് സ്പെക്ട്ര, മിസ്സിംഗ് സ്പെക്ട്ര എന്നൊക്കെ പറഞ്ഞ് മിസ്സിംഗ് ഓർഡറും ഒക്കെ ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് പുറകെ കാണാം. താങ്ക് യു.